പറവൂർ പെരുമ്പന്നടയിൽ താമസിക്കുന്ന സാവിത്രിയും മാനസിക വെല്ലുവിളി നേരിടുന്ന ഭർത്താവും മകളും താമസിക്കുന്നത് ഏതു നിമിഷവും നിലം പൊത്താറായ ഒരു കൂരയിലാണ്. വീടിനകത്തും പുറത്തും ചളി നിറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ടർമാരായ ഇവർ അടച്ചുറപ്പുള്ളൊരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല. കൊച്ചിയിൽ നിന്ന് രാംഷാ CP തയ്യാറാക്കിയ റിപ്പോർട്ട്. പറവൂർ പെരുമ്പടനയിൽ സാവിത്രിയും കുടുംബവും ജീവിക്കുന്ന വീടാണ് ഈ കാണുന്നത്. ചളിയിൽ 4 തൂണിൽ പടുതാ ഷീറ്റ് വലിച്ചുകെട്ടിയൊരു കൂര. സാവിത്രിയും ഭർത്താവും മാനസിക വെല്ലുവിളി നേരിടുന്ന മകളും ജീവിക്കുന്നത് ഇവിടെയാണ്. മഴക്കാലമായാൽ വീടിനകവും പുറവും ചെളിവെള്ളത്താൽ നിറയും. പിന്നീട് ഈ ചെളിവെള്ളത്തിലാണ് ഇവരുടെ ജീവിതം. വീട് ഭയങ്കര പ്രയാസമുള്ള എന്നെ കൊണ്ട് ഇനിയിപ്പോൾ വീട് വെക്കാനൊന്നും പറ്റൂല. അടിയിൽ കൂടിയും വെള്ളം വരും, മുകളിൽ കൂടിയും വെള്ളം വരും. അപ്പം ഇനി എങ്ങനെ കിടക്കും? നമുക്കിനി ലോണൊക്കെ ആര് തരാനാണ്? പിന്നെ 2 പേർക്കും സുഖമില്ലാത്തവരാ, അച്ഛനും മോൾക്കും. പിന്നെ 2 പേർക്കും മരുന്ന് ചെയ്യണം. ഞാൻ ഒരാൾ പോയിട്ട് എങ്ങനെ വീട് വെക്കാനാ? രാവിലെ 6 മണിക്കെഴുന്നേറ്റ് സമീപത്തെ വീടുകളിൽ വീട്ടുജോലിക്ക് പോയാണ് സാവിത്രി അന്നന്നത്തെ അന്നത്തിനു വക കണ്ടെത്തുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൾക്കും ഭർത്താവിനും 1 മാസം മരുന്നിനു തന്നെ വലിയ തുക വേണം. അതിനിടയിൽ അടച്ചുറപ്പുള്ളൊരു വീട് എന്നത് ഇവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വപ്നം മാത്രമാണ്. ആരോഗ്യമായ അച്ഛനെയും മകളെയും കൊണ്ട് മഴ പെയ്യുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനും ബുദ്ധിമുട്ട്. അത്ര അധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട ഒരു സഹായം കൊടുത്താൽ അത് വലിയൊരു കാര്യമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ഈ കുടുംബത്തെക്കുറിച്ച്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രോഗിയായ ഭർത്താവിനെയും പ്രായപൂർത്തിയായ മകളെയും തനിച്ചാക്കി ജോലിക്ക് പോകുമ്പോൾ സാവിത്രിയുടെ ഉള്ളിൽ തീയാണ്. വർഷങ്ങളായി മുഖ്യമന്ത്രി VD സതീശൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഇത്രയും ദുരവസ്ഥയിൽ ഇങ്ങനെയൊരു കുടുംബം ജീവിക്കുന്നുവെന്നത് സങ്കടകരമാണ്. ലൈഫ് പദ്ധതിക്ക് പുറമെ VD സതീശന്റെ അഭിമാന പദ്ധതിയായ പുനർജനി ആവിഷ്കരിച്ച മണ്ഡലത്തിൽ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ ആര് പരിഹരിക്കും? ഒരു വാടക വീടെങ്കിലും കണ്ടെത്തി ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഈ മനുഷ്യരെ ഈ ചളിക്കുളത്തിൽ ഇങ്ങനെ പുഴുക്കളെ പോലെ നുരഞ്ഞു ജീവിക്കാൻ ഇനിയും തള്ളിവിടരുത്. എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഇവരുടെ ജീവിതങ്ങളിൽ പതിക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.